ഇപ്പോൾ നാവികസേന PRO അതുൽ പിള്ള നമ്മളോടൊപ്പം ടെലിഫോൺ അടിച്ചിരിക്കുകയാണ്. ശ്രീ അതുൽ പിള്ള, കേൾക്കാമോ? ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? നേവിയുടെ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്സും എയർക്രാഫ്റ്റ്സും ആ ഏരിയയിലോട്ട് പോയിട്ടുണ്ട്. അവർ റെസ്ക്യൂ ഓപ്സ് ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുക. എയർ അസറ്റ്സ് മേളിൽ നിന്ന് അനലൈസ് ചെയ്യുക ഡാമേജ്. സോ അവർക്കറിയാൻ പറ്റുന്ന കുറച്ച് കണ്ടെയ്നേഴ്സ് ഒക്കെ വെള്ളത്തിൽ വീണിട്ടുണ്ട്. എക്സാക്ട് നമ്പേഴ്സ് ഇപ്പം പറയാൻ പറ്റത്തില്ല. രക്ഷാപ്രവർത്തനം ആരംഭിച്ചു അല്ലേ? അതെ 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 അതെ. ഇപ്പോൾ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകൾ ആകെ 4 കപ്പലുകളാണോ ഉള്ളത്? കോസ്റ്റ് ഗാർഡിന്റെ 3-ഉം നേവിയുടെ 1-ഉം? നേവിയുടെ ഒരു ഷിപ്പ് ഓൾറെഡി അറ്റ് സീല. രണ്ടാമത്തെ ഷിപ്പ് ഇപ്പം കുറച്ചു നേരം കൊണ്ടകം ഇവിടുന്ന് പോകും, കൊച്ചിയിൽ നിന്ന്. പിന്നെ നേവിയുടെ ഒരു ഷിപ്പ് ഓൾറെഡി അറ്റ് സീലോ ആയിരുന്നു. അപ്പൊ അതിനെ ആ ഏരിയയിലോട്ട് ഡൈവേർട്ട് ചെയ്തു. ഈ അപകടം നടന്ന സ്ഥലം നമ്മുടെ ഏത് തീരപ്രദേശത്തേക്കാണ് എളുപ്പത്തിൽ നമുക്ക് അവരെ എത്തിക്കാൻ പറ്റുക? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? അത് ബേപ്പൂരിൽ നിന്ന് ഒരു 78 നോട്ടിക്കൽ മൈൽസ് അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ്. ബേപ്പൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കായിരിക്കും അവരെ എളുപ്പം എത്തിക്കാൻ പറ്റുക, ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം. അത് ആ കോള് ആ ഷിപ്പിലെ സിഒയോ അല്ലെങ്കിൽ അവരായിരിക്കും ഇത് ചെയ്യുന്നത്. അവർക്ക് ഏതായിട്ടോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വെച്ച് അത് കഴിഞ്ഞിട്ട് അവരിലേക്കും. പ്രയോറിറ്റി നമ്പർ 1 ഞങ്ങൾക്ക് ലൈഫ് സേവ് ചെയ്യുക. രണ്ടാമത്തെ ഓൾറെഡി കമ്പനിയായിട്ട് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഷിപ്പിനെ ടോ ചെയ്യുക ആൻഡ് പാരലലി അതിനെ ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ്. ഈ ടോ ചെയ്യാൻ വേണ്ടി ഓൾറെഡി ടഗിനെ ഏർപ്പെടുത്താൻ വേണ്ടി കമ്പനിയോട് റിക്വസ്റ്റ് പോയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, താങ്ക് യു ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ശ്രീ പിള്ള നമ്മളോട് ഈ ഒരു അവസരത്തിൽ സംസാരിച്ചതിന്. നാവികസേനയുടെ PRO ആണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു. അതുൽ പിള്ള, നാവികസേന PRO.